ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാം ദുആ ചെയ്യുകയും മഅ്മൂമീങ്ങളൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആമീൻ പറയുകയും ചെയ്യുക എന്നത് ബിദ്അത്താണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന എന്നത് ബിദ്അത്താണ്. അത് റസൂലിൽ നിന്ന് ഒരു തെളിവും അതിന് വന്നിട്ടില്ല. ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ലാത്ത കാര്യമാണ് എന്ത് ഫർദ് നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇന്നത്തെ നമ്മളെ പള്ളികളിലൊക്കെ കാണുന്ന പോലെ നബി ഇരിക്കുക, എന്നിട്ട് നബി സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ പറയുക, ബാക്കി എല്ലാവരും സുബ്ഹാനല്ലാഹ് പറയുക, നബി അൽഹംദുലില്ലാഹ് എന്ന് പറയുക, ബാക്കി എല്ലാവരും അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അങ്ങനെ അഫ്ദലു ദിക്ർ 10 വട്ടം പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്നിട്ട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുക, സഹാബികൾ ആമീൻ പറയുക. അങ്ങനെ ഒരു ചര്യ തന്നെ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ എവിടെയും അത് കാണാനും സാധിക്കൂല. അങ്ങനെ ചെയ്താൽ അതെന്താണ്? ബിദ്അത്താണ്. ആ ബിദ്അത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോരുത്തരും സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു എന്നുള്ളത് പറഞ്ഞ് 100 തികക്കുക. പിന്നെ അവനവൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അതിനുവേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് പ്രത്യേകം ചെയ്യേണ്ട കാര്യവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള കൂട്ടുപ്രാർത്ഥന ഒരിക്കലും റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹീഹായിട്ട് വന്നിട്ടില്ല.